നിങ്ങളല്ലേ പറയണ്ടേ, നമ്മൾ അഭിനയിച്ചവരല്ലേ. നല്ല സിനിമയാണ്, നല്ല സിനിമയാണ്. എല്ലാവർക്കും രസമുണ്ടാവുന്ന ഒരു സിനിമയാണ്. ഞാനിതിനകത്ത് കൃഷ്ണൻകുട്ടി എന്നുള്ളൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഫാലിമി, വാഴ അതിലൊക്കെ ചെയ്തതുപോലെ വളരെ സംതൃപ്തിയോടെ ചെയ്ത കഥാപാത്രമാണ്. അതിൽ പ്രത്യേകിച്ച് വിപിൻ ദാസ്, അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻ്റ് എടുത്തു പറയണം. പിന്നെ ഇതിൻ്റെ സംവിധായകൻ എസ് വിപിൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നതാണ്. പക്ഷേ ആദ്യമായിട്ടുള്ളൊരു സംവിധായകൻ ചെയ്യുന്നതിൽ നിന്നും എത്രയോ എക്സ്പെർട്ടായ ഒരാൾ ചെയ്യുന്ന രീതിയിൽ നമ്മളെയൊക്കെ ഒട്ടും ദേഷ്യം വരാത്ത ഒരാളാണ് ഇദ്ദേഹം. അതായത് സാധാരണ തെറ്റ് വന്നാലും ഒക്കെ ക്ഷമയോടെ ഞങ്ങളോട് ഓരോ ക്യാരക്ടറും ചോദിച്ച് അത് എങ്ങനെ അങ്ങനെ മാറ്റി ചെയ്യുമെന്ന് പറഞ്ഞ് വളരെ കംഫർട്ടാക്കി കൊണ്ടുപോവുകയാണ് ഈ വിപിൻ ദാസും വിപിനും. അവർ രണ്ടുപേർക്കും പ്രത്യേക നന്ദി. അതാണ്. സൂപ്പർ പടം. കാരണം നല്ല തൃപ്തിയായിട്ട് നമ്മൾ അഭിനയിച്ചു. ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വന്നില്ല. നല്ല പടം, സൂപ്പർ. കോമഡിയുള്ളൂ. പേരിനുമായിട്ട് മാച്ചില്ലാത്തതാണ്. വ്യസനസമേതം ബന്ധുമിത്രാദികളെന്ന് പറഞ്ഞാൽ ഒരു മരണ വീട്ടിൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന സംഭവങ്ങൾ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് ഞങ്ങൾ. PDC എങ്ങനെയുണ്ടായിരുന്നു? PDC ഒരു ചെറിയ ഡിഗ്രി അല്ല. അതെ, പഴയകാല ഒരു ഓർമ്മയിലേക്ക് നമ്മളൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു. ചേട്ടനാ നൊസ്റ്റൂലേക്ക് എത്തിച്ചോ? എത്തിച്ചു. വളരെ നന്നായിരുന്നു. എന്തുകൊണ്ടും മനസ്സ് നിറഞ്ഞു. റാഫി മധുരയ്ക്ക് ഒരുമാതിരി സന്തോഷമുണ്ട്. താങ്ക് യു. കൊള്ളാം. നമ്മളെല്ലാം ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചവരാണ്. പഴയകാല നൊസ്റ്റൂലേക്ക് എത്തിച്ചോ? പിന്നെ മുകളിലോട്ടുള്ളവർക്ക് നമ്മുടെ പഴയ സ്മരണയിലോട്ട് ഡിഗ്രി കാലഘട്ടത്തിലോട്ട് പോകാൻ വളരെ വളരെ നന്നായിരുന്നു. സൂപ്പർ, വളരെ നന്നായി. താങ്ക് യു. റാഫി എല്ലാം ഓർഗനൈസേഷനുള്ള ഒരു സബ്ജക്റ്റ്, പിന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ട്. എല്ലാം കൊണ്ടും എല്ലാ ഇൻഗ്രീഡിയൻസും ചേർന്നിട്ട് കൊള്ളാം, നന്നായിരിക്കും. പൈസ വസ്തു നല്ല പടം.